ഫ്രണ്ട്സ്, നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതാണ് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സമയം 6:30 ചിലപ്പം നമ്മളായിരിക്കും അവിടെ ഫസ്റ്റ് വോട്ട് ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെ നമ്മള് പോളിംഗ് ബൂത്തിലേക്ക് പോന്ന നമ്മളായിരിക്കും ആദ്യം. ഇത് ഇവിടെയൊന്നും ആരും എഴുന്നേറ്റിട്ടില്ല എന്ന് തോന്നുന്നു. ചിലപ്പോൾ അവരെല്ലാം പോയിട്ടുണ്ടാവും. നീ വിചാരിക്കുന്നുണ്ട് ആരും പോയിട്ടില്ല, എല്ലാവരും പോയിട്ടുണ്ട്. ഇയാള് പോയിട്ടില്ല, ഇയാള് നോക്കി. പന്നിന്റെ വീട് മുമ്പിൽ കാണുന്നതാണ് പന്നിൻ രവീന്ദ്രന്റെ വീട്. ഗൈസ് ഈ റൈറ്റ് സൈഡിലുള്ള ഇത് കാണിക്കുന്നു. റൈറ്റ് സൈഡ് ഞാൻ പറയട്ടെ. ദിവ്യേട്ടാ, ഗുഡ് മോർണിംഗ്. കിട്ടാത്ത പോലെ ഷോപ്പെല്ലാം തുറന്നിട്ടുണ്ട്. ഇതാണ് കക്കാട്. കക്കാട് ടൗൺ ആയത്. നമ്മളിപ്പോ കക്കാട് ടൗണിലെത്തി. നമുക്ക് വോട്ട് അമൃത സ്കൂളിലാണ്. അമൃത വിദ്യാലയം കക്കാട്. കക്കാട് ടൗൺ. പണ്ട് ഈ ഇതിലേക്ക് തോണിയായിരുന്നു എന്ന് പറയപ്പെട്ടു. തോണി അങ്ങോട്ടേക്കൊന്നും വഴിയില്ല, തോണിയിലേക്ക് കൂടി മാത്രമേ യാത്ര. അമൃത വിദ്യാലയത്തിന്റെ ബോർഡ് കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഇതേമാതിരി വെള്ളം ഈ സ്ഥലങ്ങളും മുഴുവൻ മണ്ണിട്ട് ലെവലാക്കി കല്ല് കെട്ടി കയ്യായിരിക്കും ഇവർ രക്ഷയില്ല. നമുക്ക് സ്കൂളിന്റെ മുന്നിലെത്തില്ലായിരുന്നു നമ്മള് മുമ്പ്. ഏതാ വഴി? നമ്മള് മെയിൻ റോഡ് വന്ന് കേരള ഇത് വരുന്നത്. നോക്കണേ വണ്ടി. സ്കൂളിലെത്തി. അമൃത വിദ്യാലയം ഇത് നമ്മൾ ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വോട്ട് ചെയ്തു. ഞാൻ ചെയ്തു. നിങ്ങൾ ചെയ്തോ? ഞാൻ എൻ്റെ 20ാമത്തെ നമ്പർ. ഞാൻ 20ാമത്തെ നമ്പറിലെയാണ്. ഇതാണ് അമൃത സ്കൂള്. അമൃത സ്കൂളിലായിരുന്നു. നിന്റെ കാണിച്ചു വിരൽ കാണിച്ചു.
അതാണ് അമൃത സ്കൂൾ. ഒരുപാട് ആളുണ്ട്. നമ്മൾ നേരത്തെ വന്നോണ്ട് നേരത്തെ കഴിഞ്ഞു. 7:20 എൻ്റെ 20ാമത്തെ നമ്പർ. അതാണ് അമൃത സ്കൂൾ. ഇപ്പം തിരക്കായി. ഇപ്പം വരുന്നവർക്ക് ഏകദേശം 1 മണിക്കൂറങ്ങും സമയമെടുക്കും. നമ്മൾ നേരത്തെ വന്നോണ്ട് 6:30 മുക്കാൽ മണിക്കൂർ എടുത്തു. നമ്മൾ 3/4 മണിക്കൂർ എടുത്തു. ഹായ് ഗൈസ്, നമ്മളെ വോട്ട് ചെയ്തു. 3/4 മണിക്കൂറായിരുന്നു. 6:00 ഇവിടെ എത്തി. 7:15 20ാമത്തെ നമ്പറിൽ ഞാൻ വോട്ട് ചെയ്തു. ഇപ്പം വരുന്നവർക്കെല്ലാം ഒരു 1.5 മണിക്കൂർ നിൽക്കേണ്ടി വരും. 2 മണിക്കൂർ നമ്മള് തിരിച്ചു പോകുന്നത് വീട്ടിലേക്ക്. നിന്റെ എത്രാമതാ? 14ാമത്തെ ആളായിട്ട് ഞാൻ വോട്ട് ചെയ്തു. 14 നിന്നേക്കാൾ മുമ്പിലാവള്. അപ്പോൾ 12 ചെയ്തു. 12 ചെയ്തു. ഒരു ആണുങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനെ പിന്നെ ആണുങ്ങളെ ഭാഗത്ത് കുറച്ച് ക്യൂ കൂടുതലുള്ളത് കൊണ്ട് ശശിയാക്കാൻ നിൽക്കേണ്ടി വന്നു കുറച്ചായിട്ട്. ഇപ്പൊ നല്ല ആളായി, നല്ല തിരക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ വന്ന റൂട്ടിലല്ല, വേറെ റൂട്ടിലെ തിരിച്ചു പോന്നു. നമ്മളവിടെ കല്ല് വാങ്ങാൻ 10 വർഷം സ്കൂളിലാണ്. ഇത് എത്തിക്കാനാണ്. അവിടെ ഒരു മകാമുണ്ട്. ഇല്ല, ഇവിടെ മകാമുണ്ട്. ആ സേമിയ